ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഉള്ളിവടയാണ്. ഉള്ളിവട രണ്ട് വിധത്തിൽ ഞാൻ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ആ രണ്ട് വിധവും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഉള്ളിവട കഴിച്ചത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ്. അപ്പോൾ അവർ തയ്യാറാക്കാറുള്ളത് കടലമാവിലാണ്. അപ്പോൾ ആദ്യം ഞാൻ കടലമാവിൽ തയ്യാറാക്കുന്നത് കാണിക്കാം. അതിനുശേഷം ഞാനിങ്ങനെ ചായക്കടയിൽ നിന്നൊക്കെ ഉള്ളിവട മേടിക്കുമ്പോൾ അത് നല്ല ഇങ്ങനെ റബ്ബർ പോലെയൊക്കെ ഇരിക്കും, എങ്കിലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൽ മൈദയൊക്കെയാണ് ചേർക്കുന്നത്. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലും ചായക്കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉള്ളിവടയും ഞാനിവിടെ തയ്യാറാക്കണത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവാള എടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് അരിയണം. 3 എടുത്തിട്ടുണ്ട് വലുത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങുകയും ചെയ്യും. സവാളയൊക്കെ ഇങ്ങനെ വാടി പോലെ കിട്ടും. ഈ ഉപ്പിട്ട് ഇതിങ്ങനെ വാട്ടിയെടുക്കൽ ഞാൻ എപ്പോഴും ചെയ്യാറൊന്നുമില്ല. പെട്ടെന്ന് വീട്ടിൽ ഉള്ളിവടയൊക്കെ തയ്യാറാക്കുമ്പോൾ ഞാനിതൊന്നും ചെയ്യാറില്ല. ഡയറക്റ്റായിട്ട് അങ്ങോട്ട് തയ്യാറാക്കാണ് പതിവ്. ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ സവാള കുറച്ചും കൂടി ഒന്ന് ഒലഞ്ഞ് നല്ല നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിൽ എടുക്കാൻ പറ്റും ഉള്ളിവട. അപ്പോൾ നല്ലപോലെ ഉപ്പ് തിരുമ്പി പിടിപ്പിച്ച ശേഷം, ഒരുപാട് ആവരുത്, നമുക്കിതൊന്നൊരു 10 മിനിറ്റ് വെക്കാം. അപ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി അതൊന്ന് വാടി ഒലഞ്ഞു വരും. കണ്ടോ, ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് നേരത്തെ കാണിച്ച പോലെ അല്ല ഇതിരിക്കണത്. ഇതിങ്ങനെ കുഴഞ്ഞു പോയി, ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇങ്ങനെ വാടി കിടക്കാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി 1/4 ടീസ്പൂണാണ് ഞാൻ ചേർക്കണത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കളറൊക്കെ കിട്ടും. എരിവ് അത്ര ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല കനം കുറഞ്ഞ മുളക് നോക്കി എടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള നല്ല കനം കുറഞ്ഞ മുളക് എടുക്കുക. ഇങ്ങനത്തെ വണ്ണം കൂടിയ മുളകിനേക്കാളും ഈ ബാറ്ററിലൊക്കെ കറക്റ്റായിട്ട് നിൽക്കുക കനം കുറഞ്ഞ മുളകാണ്. അപ്പോൾ കനം കുറഞ്ഞതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില എടുത്തിട്ട് അതും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതും ഇതിൽ ചേർക്കാൻ പോവാണ്. മുളക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ചേർക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇവിടെ മോനുള്ള കാരണം അത് പറക്കി കളയാൻ നിൽക്കണം. പിന്നെ അത് കാരണമാണ് കുറച്ച് ചേർക്കണത്. വേണമെങ്കിൽ 1 മുളകും കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം അവസാനം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അങ്ങനെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ വേണം ഏത് തരം ഉള്ളിവടയാണ് തയ്യാറാക്കണേ എന്ന് തീരുമാനിക്കാൻ. കടലമാവ് ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിവടയാണോ അതോ മൈദ ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിവടയാണോ എന്ന് ഈ സ്റ്റേജിൽ തീരുമാനിച്ചാൽ മതി. ഞാനിവിടെ ആദ്യം കാണിക്കാൻ പോകുന്നത് കടലമാവ് ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിവടയാണ്. ഞാനിവിടെ പകുതി എടുത്ത് മാറ്റാണ്. പകുതി മൈദ ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിവട ഉണ്ടാക്കണത് കാണിക്കാം. പകുതി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കടലമാവ് ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കടലമാവും 1/2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സവാളയിൽ കുറച്ചൊരു നനവുണ്ടാവും. ആ നനവിൽ ഈ പൊടികൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും. എങ്കിലും അത് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാം. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ മാവ് ഒരുപാട് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട, നമ്മൾ സവോളയാണ് കൂടുതലായിട്ടും നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ കടലമാവ് വെച്ചിട്ടുള്ള ഉള്ളിവടയ്ക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചായക്കടകളിലൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല റബ്ബർ പോലെ ഇലാസ്റ്റിക് പോലെയുള്ള ഉള്ളിവട ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഉള്ളി ആയിരിക്കില്ല ഇത്തിരി അധികം ഉണ്ടാവുക, പൊടി തന്നെയായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ 2 ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ബാറ്ററിലും ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാൻ ആദ്യം നമ്മുടെ ചായക്കടയിലെ
ഉള്ളിവടയാണ് കേട്ടോ തയ്യാറാക്കണത്. അത് കുറച്ച് ഉരുട്ടിയിട്ടാണ് എടുക്കുക, നല്ലപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നീട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഓയിൽ ഒരുവിധം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 3 വെച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓയിൽ ഒരുവിധം ചൂടായപ്പോൾ ഞാൻ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ചീനച്ചട്ടി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുകയും ചെയ്യും, നമ്മൾ ഉപയോഗിക്കണത് മുങ്ങിക്കെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ ചെറിയൊരു ചീനച്ചട്ടി അതിന് വേണ്ടിയിട്ട് മേടിച്ച് വയ്ക്കാം. അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ നമുക്ക് ലാഭിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, കൂട്ടിയൊന്നും ഇടണ്ട. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് മാറ്റണത്. അപ്പോൾ ഓയിലൊക്കെ വലിച്ചെടുത്തോളും. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് കടലമാവ് അരിപ്പൊടി മാത്രമുള്ളതാണ്. നേരത്തെ പോലെയല്ല, ഇത് നമ്മൾ വിചാരിച്ച ആ ഷേപ്പിൽ കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. സവാളയൊക്കെ കുറച്ചിങ്ങനെ കൊമ്പും ചില്ലൊക്കെ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിന് ചേർത്ത് കൊടുക്കാം. മറ്റേത് മൈദ കാരണം കുറച്ചത് ഇങ്ങനെ പശ പോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഇതത്ര എളുപ്പമല്ല. ഇതൊന്ന് ചൂടാക്കി മറിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഞാൻ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇനി കോരിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഓയിൽ വലിയാൻ വേണ്ടിയിട്ട് ഇതും ടിഷ്യൂ പേപ്പറിലോട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. കുറച്ചും കൂടിയും തയ്യാറാക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ചായക്കട സ്റ്റൈലിലുള്ള ഉള്ളിവടയും വീട്ടിലെ കടലമാവ് ചേർത്തിട്ടുള്ള ഉള്ളിവടയും റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ രണ്ടും ഒരേപോലെ ഉണ്ടെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ചായക്കട സ്റ്റൈലിൽ തയ്യാറാക്കിയതാണ്. ഇത് കുറച്ചും കൂടിയും കണ്ടോ ഇങ്ങനെ വലിഞ്ഞു പോരുന്ന പോലെയാണ് ഇരിക്കുക. ഇത് അതിനേക്കാളും കുറച്ചും കൂടിയും ക്രിസ്പി പോലെയാണ് ഇരിക്കുക. കാണുമ്പോൾ ഒരേപോലെ ആണെങ്കിലും രണ്ടും തമ്മിലുള്ള ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.